ഹായ്, ഞാൻ അനുദീപ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ ഒരു ഏരിയ ആണ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ ഇന്ന് ആ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഹോട്ട് ഏരിയാസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എഗെയിൻ ഇത് റിസർച്ച് ബേസ്ഡ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം LSGS മെയിൻസിന്റെ സമയത്തും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ചെക്കൗട്ട് ചെയ്താൽ അറിയാം, യൂട്യൂബിൽ ഇപ്പോഴത് കിടപ്പുണ്ട്. നമുക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടിക്കാൻ ആ ഏരിയാസ് പഠിച്ചാൽ മതിയായിരുന്നു. ബിക്കോസ് ആ പ്രിൻസിപ്പിളിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം. കേരള PSC ചരിത്രത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റിയ ടോപ്പിക്കാണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് IGNOU, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്തതെല്ലാം നമുക്ക് കിട്ടും. അതിനോടൊപ്പം കേരള PSC തന്നെ മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ പല എക്സാംസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ്. ഇവിടെ ഒരു ജാമ്യം ഞാൻ തുടക്കത്തിൽ എടുക്കാം. നമുക്ക് ഈ പരീക്ഷയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മറ്റൊരു ഏരിയ ഉണ്ട്. അതിന്റെ വീഡിയോയും നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, നമുക്ക് ഉടനെ ചെയ്യാം. ഈ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഭയങ്കര ഓവർലാപ്പിംഗ് ഏരിയാസ് ആണ്. ഇപ്പൊ പുതിയ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റ് രണ്ടായിട്ട് പഠിക്കുന്നതിന് പകരം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒറ്റ ഫിലോസഫിയാണ് നമ്മൾ മോഡേൺ വേൾഡിൽ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി പഠിക്കുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് മാനേജ്മെന്റ്. ഇതൊരു ലൈഫ് സ്കില്ലാണ്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, സ്വകാര്യ ലൈഫിൽ ഉപയോഗിച്ചാൽ പോലും ഭയങ്കരമായി നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റിയ ടോപ്പിക്സ് ആണ് ഇത് പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഈ ഒരു PDF നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ മെമ്പേഴ്സ് ആവുക. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് ഉള്ള മോക്ക് ടെസ്റ്റ്, ഫ്രീ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ ശ്രമിക്കാം. അപ്പൊ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ. ബുക്ക് ലിസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മുടെ ചാനലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്ന പല ടോപ്പിക്കുകളും, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 21 വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. പല ടോപ്പിക്സിലെ പല സബ്ജക്റ്റിലെ വീഡിയോസ് ഉണ്ട്. സെൽഫ് സ്റ്റഡി നടത്തുകയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സ്ട്രാറ്റജീസ് എങ്ങനെയാണ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണം ഇവിടെ പറയുന്നുണ്ട്. നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇതിൽ പല കീവേഡുകളും ഒരു പക്ഷെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ടായിരിക്കില്ല. നമ്മൾ റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയും. സിലബസിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട് PSC. അവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരിക. അതുപോലെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഏരിയാസ് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഒന്നാമതായി നിങ്ങൾ പഠിക്കേണ്ടത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് മോഡൽസ് ആണ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും. വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ധാർമ്മികമാണോ എത്തിക്കലാണോ എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്കും ശരിയാവണമെന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. വാട്ട് വിൽ ബി ഡു? അതിന് പല പല തിയറീസ് ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് യൂട്ടിലിറ്റേറിയനിസം. ഇത് ഓൾറെഡി കഴിഞ്ഞ കമ്പനി ബോർഡിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ബെന്താമിന്റെ തിയറിയാണ്. യൂട്ടിലിറ്റേറിയൻ തിയറി കൊണ്ടുവന്ന ആരാന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഡിയോൺടോളജി, വിർച്വ എത്തിക്സ്, പല പല തിയറീസ് ഉണ്ട്. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഒന്ന് നിൽക്കുക. ഈ ഒരു പെർസ്പെക്ടീവ് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചാൽ മതി. എന്താ യൂട്ടിലിറ്റേറിയനിസം? ഒരു ഡിസിഷൻ, ആ ഡിസിഷന്റെ ഔട്ട്കം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആവുന്ന ഔട്ട്കം ആണെങ്കിൽ അത് ധാർമ്മികമായ എത്തിക്കലായ ഡിസിഷൻ ആണെന്നാണ് യൂട്ടിലിറ്റേറിയനിസം പറയുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഒരുപക്ഷെ അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവും. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെ. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഒരു പ്രദേശത്തിന് മുഴുവൻ, ഒരു സംസ്ഥാനത്തിന് മുഴുവൻ വൈദ്യുതി കിട്ടും. പക്ഷെ ആ ഡാമിന്റെ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണക്കാരുടെ വീടും സ്ഥലവും എല്ലാം വെള്ളത്തിനടിയിലാവും. അവർക്ക് നഷ്ടം സംഭവിക്കും. അപ്പൊ ഈ ഒരു ഡാം പണിയുന്ന എത്തിക്കലാണോ എത്തിക്കലല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഹൈവേ പണിയണം. അത് എല്ലാവർക്കും ആവശ്യമാണ് ഹൈവേ. പക്ഷെ കുറച്ച് ആൾക്കാരുടെ വീടും അല്ലെങ്കിൽ പറമ്പും ഒക്കെ ഹൈവേ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് നശിച്ചു. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആണ്, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പ്രശ്നം പറ്റുന്നുള്ളെങ്കിൽ ദാറ്റ് ഈസ് ആൻ എത്തിക്കൽ ഡിസിഷൻ. അതാണ് യൂട്ടിലിറ്റേറിയനിസം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. മൈനോറിറ്റീസിന്റെ അവസ്ഥ എന്താ? അപ്പം ഈ സാധാരണക്കാര്, അപ്പം പ്രശ്നം പറ്റുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡിയോൺടോളജിയിലേക്ക് വന്നത്. ഡിയോൺടോളജി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ബേസ്ഡ് ആണ്. ഡ്യൂട്ടി ആണ് പ്രധാനം, ഒരാളുടെ ഡ്യൂട്ടി. ഇപ്പം എൻ വേഴ്സസ് മീൻസ് ഡിബേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഗാന്ധിജിയൊക്കെ
അല്ലെങ്കിൽ ഇമ്മാനുവൽ കാന്റിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾ ഡിയോൺടോളജി ഫോക്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ കൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ, ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കാം. ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗം ഏതായാലും കുഴപ്പമില്ലെന്ന് പറയുന്നത്. അങ്ങനെ ഭഗവത്ഗീതയിൽ ചതിച്ച് വിജയം നേടുന്ന പല കോണ്ടെക്സ്റ്റുകളും പറയുന്നുണ്ട്. അപ്പൊ എൻഡ് റിസൾട്ട് അപ്പൊ അത് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആണ് അല്ലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടി. പക്ഷെ ഡിയോൺടോളജിക്കൽ പെർസ്പെക്റ്റീവിൽ തെറ്റാണ്. നിങ്ങൾ ഇവിടെ ഒരു ഹൈലൈറ്റ് മനസ്സിലാക്കുക. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ അമ്മയെ പോലെയാണ് ഭഗവത്ഗീത എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗാന്ധിജി ഭഗവത്ഗീതയുടെ എത്തിക്കൽ സൈഡിന്റെ പല ഡയമെൻഷൻസിനും എതിരായിരുന്നു. അതിന് എക്സാമ്പിൾ ഡിയോൺടോളജി. ഗാന്ധിജി ഇത് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യമല്ല മാർഗമാണ് പ്രധാനം, അല്ലെങ്കിൽ ലക്ഷ്യത്തിനെ പോലെ തന്നെ മാർഗം പ്രധാനമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് രക്തച്ചൊരിച്ചില്ലാത്ത നോൺ വയലൻസ് ചൂസ് ചെയ്തത്. നമുക്ക് സ്വാതന്ത്ര്യം വേണം. നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ എടുക്കുക, അവിടെ രക്തരൂക്ഷിതമായ വിപ്ലവത്തിൽ കൂടെയാണ്, റവല്യൂഷൻസിൽ കൂടെയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പൊ അവിടെ മാർഗം വയലൻസ് ആണ്, വയലൻസ് തെറ്റാണ്. ലക്ഷ്യം എന്തായാലും മാർഗം, അതിലേക്ക് അടുക്കുന്ന മാർഗവും ലക്ഷ്യത്തെ പോലെ തന്നെ സംശുദ്ധമായിരിക്കണം എന്നാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് പറയാം. സോ ഫ്രം എ ഡിയോൺടോളജിക്കൽ പെർസ്പെക്റ്റീവ് കൃഷ്ണ വാസ് റോങ്. അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പം നമ്മൾ ലക്ഷ്യവും മാർഗം ഒരേപോലെ, എൻഡും മീൻസും, അതായത് എൻഡ് മീൻസ് അന്തിമമായ ലക്ഷ്യം, മീൻസ് അതിലേക്ക് എത്താനുള്ള മാർഗം, ഇത് രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഡിയോൺടോളജി പറയുന്നത്. ഇപ്പൊ മറ്റൊരു രസകരമായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു ഭാര്യ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ അതിന്റെ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഭർത്താവിന് ഡ്രസ്സ് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ അടിപൊളി ഡ്രസ്സാണ് മുത്തേ എന്ന് പറയുന്നു. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഹീസ് ലൈയിങ്, അദ്ദേഹം കള്ളം പറയുകയാണ്. പക്ഷേ ഡിയോൺടോളജിക്കലി സ്പീക്കിംഗ് അദ്ദേഹം ചെയ്തത് അധാർമികമാണ്, തെറ്റാണ്. ഒരുപക്ഷെ ഈ സാരി മോശമാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഭൂകമ്പം നടക്കും, വീട്ടിലത്തെ ആൾക്കാരുടെ മൊത്തം സമാധാനം പോകും. ഇതൊരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് പറയുന്നതല്ല കേട്ടോ, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അപ്പൊ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ, കുടുംബത്തിന് മൊത്തത്തിലുള്ള സമാധാനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തത് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ കറക്റ്റ് ആണ്. പക്ഷെ ഡിയോൺടോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ അത് തെറ്റാണ്. മനസ്സിലായല്ലോ? എന്താണ് വിർച്യു എത്തിക്സ്? വിർച്യൂസ് മീൻസ് മൂല്യങ്ങൾ. ഇത് യൂഡോമോണിയ എന്നൊക്കെ പറയുന്ന കുറെ ഡെപ്തിലേക്ക് പോകേണ്ടുന്ന ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം സത്യസന്ധത അല്ലെ, ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, കമ്പാഷൻ, പ്രൊബിറ്റി, എംപതി, ഇതൊക്കെയാണ് വിർച്യൂസ് എന്ന് പറയുന്നത്. വിർച്യൂസ്, കറേജ്, ധൈര്യം ഒരു വിർച്യൂ ആണ്. ഈ വിർച്യൂസിനെ മുൻനിർത്തി വേണം നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് നടത്താൻ, എന്നാലും അത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആവുള്ളൂ എന്നാണ് വിർച്യൂ എത്തിക്സിൽ പറയുന്ന ഒരു കാര്യം. അരിസ്റ്റോട്ടലിന്റെ കാലഘട്ടം മുതലേ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടൊരു ഏരിയ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് MCQs വരും. ഇത് സിവിൽ സർവീസ് മെയിൻസിന് GS പേപ്പർ 4 മുഴുവൻ ഇതാണ്, ഈ ടോപ്പിക്കാണ്. എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ UPSC ചോദ്യങ്ങൾ PSC അടിച്ചു മാറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ആണ്, പക്ഷെ അതിന്റെ ഒബ്ജക്റ്റീവ് ഡയമെൻഷൻസിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സാങ്കേതിക വിദ്യ, ടെക്നോളജി, ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ മാനേജ്മെന്റ് അല്ലെ. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, ബിഗ് ഡേറ്റ അനാലിസിസ് വരുന്നു, ഡിജിറ്റൽ ടൂൾസ് വരുന്നു. ഇത് എങ്ങനെയാണ് മാനേജ്മെന്റിനെ സഹായിക്കുക? ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഈ പെർസ്പെക്റ്റീവിൽ അരച്ചു കലക്കി പഠിച്ചോണം. പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ് സിസ്റ്റംസ് അപ്രോച്ച് ടു മാനേജ്മെന്റ്. ഇത് നമ്മൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് പഠിക്കില്ല. സിസ്റ്റംസ് അപ്രോച്ച് പഠിക്കുമ്പോൾ കണ്ടിൻജൻസി അപ്രോച്ചുമായി കമ്പയർ ചെയ്ത് പഠിക്കണം. നമ്മൾ ഓൾറെഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ് സീരീസിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മാനേജ്മെന്റിന് പ്രധാനമായിട്ടും സിസ്റ്റംസ് അപ്രോച്ചും കണ്ടിൻജൻസി അപ്രോച്ചും ആണ് ഉള്ളത്. സിസ്റ്റംസ് അപ്രോച്ച് മീൻസ് അതൊരു യൂണിവേഴ്സൽ അപ്രോച്ചാണ്. കണ്ടിൻജൻസി അപ്രോച്ച് മീൻസ് കണ്ടീഷൻ ബേസ്ഡ് ആണ്. ഇപ്പോ നമ്മളൊരു ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ആണ്. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മാനേജ്മെന്റ് തത്വങ്ങൾ ആയിരിക്കില്ല ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു തുണി നിർമ്മിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓരോ സ്ഥലത്തിലെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് അവിടുത്തെ മാനേജ്മെന്റ് സ്റ്റൈൽ, അപ്രോച്ച്, സിസ്റ്റംസ്, ടൂൾസ് എല്ലാം നമ്മൾ മാറ്റണം. അതാണ് കണ്ടിൻജൻസി അപ്രോച്ച്. ഇത് വളരെ സ്പെസിഫിക് ആണ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതൊരു വൺ സൈസ് ഫിറ്റ് ഓൾ പോളിസിയാണ്. സിസ്റ്റംസ്, ടൂൾസ് പ്ലേസ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റിലുള്ള റോൾ കുറവാണ്. സിസ്റ്റംസ് എല്ലാം കണക്ട് ആണ്. അതായത് എല്ലായിടത്തും, ഇപ്പൊ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും, ഇപ്പൊ ചെരുപ്പ് നിർമ്മാണശാലയാണെങ്കിലും അല്ലെങ്കിൽ പെട്രോളിയം കമ്പനി ആണെങ്കിലും എല്ലായിടത്തും നമ്മൾ ഒരൊറ്റ മാനേജ്മെന്റ് സ്റ്റൈൽ മതി എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് സിസ്റ്റംസ് അപ്രോച്ച്. പക്ഷെ ഇത് കുറെ കൂടെ സ്പെസിഫിക് ആണ്. കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ കണ്ടീഷൻസുമായി ലിങ്ക്ഡ് ആണ്. സിസ്റ്റംസ് അപ്രോച്ച് ഈസ് ഓൾ അബൌട്ട് സിസ്റ്റം, വൺ സൈസ് ഫിറ്റ് ഓൾ മോഡലാണ്. ഇതുകൊണ്ട് ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ടത് മറ്റൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് ലീൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ഈ ടോപ്പിക്കിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്നു, ലീൻ മാനേജ്മെന്റ്. കാര്യം ഈ മോഡേൺ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് തോട്ടും അമേരിക്കൻ സ്കൂൾ ഓഫ് തോട്ടും നമ്മൾ പഠിക്കേണ്ടത്.
പക്ഷെ when it comes to management, ജാപ്പനീസ് സ്കൂൾ ഓഫ് തോട്ടിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ലീൻ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു പ്രോഡക്റ്റിന് സർവീസ് കൊടുക്കുമ്പോൾ മാക്സിമം വേസ്റ്റേജ് കുറച്ച് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറയുന്നത് ജാപ്പനീസ് സിദ്ധാന്തമാണ് ലീൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 5S സിദ്ധാന്തങ്ങൾ, കൈസൻ, JIT, മുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. സി ഇത് 5S ഞാൻ ചുരുക്കി എന്ന് പറയാം. അതിന്റെ കൂടെ ഇവര് ക്രാഷ് കോഴ്സ് ചുരുക്കി എന്ന് പറഞ്ഞുതരാം. 5S അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആമസോണിന്റെ ടൊയോട്ടയുടെ ഒക്കെ മാനേജ്മെന്റ് ഫിലോസഫീസിന് പറയുന്ന കാര്യമാണ്. സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസ്, സസ്റ്റൈൻ. നമുക്ക് കുറേ സാധനങ്ങളാണ്. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ്, കുറേ റോ മെറ്റീരിയൽസ് ആണ്. അതിനെ ഫസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്യാം. ആവശ്യമില്ലാത്തത് കളയാം, ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്യാം. പിന്നെ ഇതിനെ ഓർഡർ ആക്കുക. ഇപ്പം ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ തുണി കാണും, അല്ലെങ്കിൽ ഡൈ കാണും, അല്ലെങ്കിൽ മറ്റു ചില കെമിക്കൽസ് ആണ്. അപ്പൊ ഓരോന്നിനെയും ഓർഡർ ആക്കുക, സോർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഓർഡറിൽ വെക്കുക. പിന്നെ അതിനെ ഷൈൻ ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, സിസ്റ്റംസ് ടൂൾസ് ഉപയോഗിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക, അതായത് അത് കൾച്ചർ ആക്കി മാറ്റുക. ഞാൻ ഈ പറയുന്നത് വെറും ഒരു ഷോർട്ട് വെർഷൻ ആണ്, വെറും പെരിഫറൽ ആണ്. ഇതിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ ഒരു 100 ഇരട്ടി കണ്ടന്റ് നിങ്ങൾ പഠിക്കേണ്ടി വരും. ജസ്റ്റ് ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കൈസൻ ടൊയോട്ടയുടെ ഒക്കെ അസംബ്ലി ലൈൻസിലും അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഒക്കെ ഈ പറഞ്ഞ ജാപ്പനീസ് കാർ മാനുഫാക്ചറേഴ്സിന്റെ ഒക്കെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ ഒന്നാണത് കൈസൻ. അതായത് നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇംപ്രൂവ്മെന്റ് വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫെയിലർ ആവും. ഒന്ന് ഡെയിലി ചെറിയ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക. അത് കോമ്പൗണ്ട് ചെയ്ത് ഭാവിയിൽ വളരെ വലിയ ഇംപ്രൂവ്മെന്റ് ആയിട്ട് മാറും. അതാണ് കൈസൻ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് യൂട്യൂബിൽ ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ ഇന്നൊരു 5 മിനിറ്റ് പഠിക്കുക, നാളെ 6 മിനിറ്റ് പഠിക്കുക, മറ്റന്നാൾ 7 മിനിറ്റ് പഠിക്കുക. അപ്പൊ അങ്ങനെ ഓരോ ദിവസം മൈന്യൂട്ട് ഇംപ്രൂവ്മെന്റ്സ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇക്കിഗായി എന്നൊക്കെ പറയുന്ന നല്ല പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിക്കുക. ഇക്കിഗായി ഉറപ്പായി നിങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ജാപ്പനീസ് ടെക്നിക്സിനെ പറ്റിയുള്ള പുസ്തകമാണ്. അതിനകത്ത് ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പറ്റും. അതുപോലെ ഒന്നാണ് ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയും. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി, JIT. ഇപ്പം ആമസോണിനും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ പിന്നെ അത് ഒബ്സൊലീറ്റ് ആയി അല്ലെങ്കിൽ ചീത്തയായി പോകത്തില്ല. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചുമ്മാ വാങ്ങിച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ മാർക്കറ്റ് കണ്ടീഷൻസും മാർക്കറ്റ് റിസർച്ചും ബേസ്ഡ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സ്റ്റോർ ഹൗസ് സൂക്ഷിക്കുക. പിന്നെ മുട, ഇതൊരു ജാപ്പനീസ് വേർഡ്, വേസ്റ്റേജ് എന്നാണ് അതിന്റെ മീനിങ്. വേസ്റ്റേജ്. ലീൻ മാനേജ്മെന്റിന്റെ സിദ്ധാന്തം തന്നെ എന്താ? വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ മുട മീൻസ് വേസ്റ്റേജ്. അത് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നിങ്ങൾ കുറെ ജാപ്പനീസ് ഭാഷകൾ പഠിക്കും ഇത് മാനേജ്മെന്റ് പഠിച്ചു കഴിയുമ്പോൾ. ഇതൊക്കെ നമുക്ക് കൈസനൊക്കെ നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ മടിയാന്നിരിക്കട്ടെ, നിങ്ങൾ ഇന്നൊരു 5 മിനിറ്റ് വർക്ക്ഔട്ട് ചെയ്യാം, നാളെ 5 മിനിറ്റ് ചെയ്യാം, മറ്റന്നാൾ 6 മിനിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ ഇന്നൊരു 10 പുഷപ്പ് എടുക്കുക, നാളെ 11 പുഷപ്പ് എടുക്കുക, മറ്റന്നാൾ പുഷപ്പും സ്ക്വാട്ടും ചെയ്യുക. അങ്ങനെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് പോകാൻ പറ്റും. മൈക്രോസ്കോപ്പിക് ഇംപ്രൂവ്മെന്റ്സിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ദിവസം കൊണ്ട് നമുക്ക് അങ്ങ് മല മറിക്കാം എന്ന് വിചാരിക്കും. വി ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ മൈക്രോസ്കോപ്പിക് ഇംപ്രൂവൈസേഷൻസ് വിച്ച് ക്യാൻ കോമ്പൗണ്ട് ടു വെരി ലാർജ് സ്കെയിൽ ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഹോട്ടസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അജൈൽ മാനേജ്മെന്റ് ആണ്. അജൈൽ മാനേജ്മെന്റ്. നിങ്ങൾ എല്ലാവരും ബിസി ആണെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സ്പീഡ് ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സ്പീഡ് യൂട്യൂബിനകത്ത് തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അജൈൽ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ടാസ്ക് ചെയ്യണം. നമ്മൾ അതിന് എന്ത് ചെയ്യണം? ചെറിയ കമ്പോണന്റുകൾ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ആ ചെറിയ കമ്പോണന്റുകൾ ഫിനിഷ് ചെയ്യാൻ നോക്കണം. നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ. ഇപ്പൊ നിങ്ങൾക്ക് മാനേജ്മെന്റ് പഠിക്കണം, ഒരു ദിവസം ഇരുന്ന പുസ്തകം മൊത്തം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് മൊത്തം പഠിക്കാൻ പറ്റും, ഇഗ്നോ ടെക്സ്റ്റ് മൊത്തം പഠിക്കില്ല. നിങ്ങൾ ഇന്ന് ഒരു പേജ് വായിക്കുക, നാളെ ഒരു പേജ് വായിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു പാരഗ്രാഫ് പഠിക്കുക, നാളെ അടുത്ത പാരഗ്രാഫ്, മറ്റന്നാൾ അടുത്ത പാരഗ്രാഫ്. പിന്നീടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് ഇൻക്രീസ് ചെയ്യണം. 1 പേജ്, 2 പേജ്, 3 പേജ്, അങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് അജൈൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഓർഗനൈസേഷണൽ കൾച്ചർ ടൈപ്സ് ഉണ്ട്. ഡീൽ, കെന്നഡി, ഷീൻ എന്നൊക്കെ പറയുന്നത് പഠിക്കുക. പെസ്റ്റൽ അപ്രോച്ച് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നതാണ്. പെസ്റ്റൽ അപ്രോച്ച് നമ്മളൊരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇത് എൻവയോൺമെന്റൽ സ്കാനിങ്ങിന്റെ കാര്യമാണ്. ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ത്, എക്കണോമിക് ഡയമെൻഷൻ എന്ത്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, എൻവയോൺമെന്റൽ ഡയമെൻഷൻസ് എന്താണ്, നമ്മൾ ഇതിനെ പറ്റി പഠിക്കണം. ഇനി നമുക്ക് അതിന്റെ ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്
TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അഗെയിൻ ജാപ്പനീസ് തത്വമാണ്. നമ്മൾ നേരത്തെ ഇതിന് ബ്യൂട്ടി ഇതാ, നിങ്ങൾ അജൈൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീൻ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ TQM-നെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കവർ ആവും. ഓവർലാപ്പിംഗ് പോർഷൻസ് ആണ്. നമ്മൾ നേരത്തെ ഒരു കൈസനും ഫൈവേഴ്സും ഒക്കെ TQM-ന്റെ ഭാഗം കൂടെയാണ്. കൈസൻ അല്ലെങ്കിൽ ജാപ്പനീസ് ടെക്നിക്സ് ഒക്കെ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ വരും. അപ്പൊ സിലബസിന്റെ ഒരു ഭീകരത കൊണ്ട് പേടിക്കേണ്ട, പലത് ഓവർലാപ്പിംഗ് ആണ്. കഴിഞ്ഞ LSTS മെയിൻസിന് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, ഓവർലാപ്പിംഗ് ടോപ്പിക്സ് ആണ്. അപ്പൊ എന്റെ ഒരു സിലബസ് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൺസോൾട്ട് ചെയ്ത് പഠിക്കാൻ ഇത്രേ കാണത്തുള്ളൂ. ഇതങ്ങ് പഠിച്ചാൽ മതി, ബാക്കി കുറച്ച് ഇൻഫ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഹെൻറി ഫയോൾ എന്നൊക്കെ പറയുന്ന മാനേജ്മെന്റ് വിദഗ്ധന്മാരുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ കോൺട്രിബ്യൂഷൻസ് പഠിക്കുക. പിന്നെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ നമ്മൾ വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ സ്കൂൾസ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. തിയറീസ് ആൻഡ് അപ്രോച്ചസ് ടു മാനേജറിയൽ സ്കിൽസ്, ടൈപ്സ് ഓഫ് മാനേജേഴ്സ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഡെലിഗേഷൻ എന്താണ്, സെൻട്രലൈസേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്. ഡെലിഗേഷനെ ഒക്കെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു ടെസ്റ്റ് സീരീസിന്റെ വീഡിയോ ഡിസ്കഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവിൽ വേണം നിങ്ങൾ മാനേജ്മെന്റ് പഠിക്കാൻ. വളരെ ഈസി ആയിട്ട് സെൽഫ് സ്റ്റഡി നടത്താവുന്ന ഒരു ടോപ്പിക്കാണ്. അതല്ല നിങ്ങളുടെ അഫോർഡബിൾ കോഴ്സ് നോക്കുന്നെങ്കിൽ ഉറപ്പായി ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഓഫർ റൺ ചെയ്യാണ്. അതല്ലെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് വളരെ അഫോർഡബിൾ ഫീസിലാണ് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡിയാണ് വേണ്ടത്. തിയറി പഠിക്കാൻ ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല. നമുക്ക് പഠിച്ച ഓരോ ഫാക്ട് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതിന് മാതൃകാ പരീക്ഷകൾ എഴുതി തന്നെ പരിശീലിക്കുക. അതിന് നിങ്ങൾക്ക് ഉറപ്പായി ഈ ഒരു ബാച്ച് യൂസ്ഫുൾ ആവും. ഇതിനകത്ത് റിവിഷൻ ക്ലാസ്സുകൾ ഇൻക്ലൂഡഡ് ആണ്. ഒരു ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഇതൊരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം ആണ്. മാതൃകാ പരീക്ഷകളോടൊപ്പം റിവിഷൻ ക്ലാസ്സുകളും വാല്യുവേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ് കേട്ടോ. ടെസ്റ്റ് സീരീസ് ഡിസ്കഷനും ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നോട്ടും നിങ്ങൾക്ക് തരും. ആ നോട്ട് ഒരു ആവർത്തി വായിച്ചാൽ തന്നെ റിവിഷൻ നിങ്ങൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. സോ ഇതിന്റെ ഡെമോ ടെസ്റ്റ് അവർ തരും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മുമ്പിൽ സ്പെഷ്യൽ ടോപ്പിക്സ് തീർക്കാനുള്ള സമയമുണ്ട്. പക്ഷേ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടത്. പല ആൾക്കാരും ചോദിക്കുന്ന ഡൗട്ടാണ്, ഇനി പഠിച്ചാൽ തീരുമോ? തീരും. അപ്പൊ കഴിഞ്ഞ വർഷം LSTS-ന്റെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ സമയത്ത് സ്റ്റുഡൻസോട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പല ആൾക്കാരും പഠിച്ചു തുടങ്ങിയത് പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ ആയിരുന്നു. അപ്പം അവർ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു, വളരെ സ്മാർട്ടായിട്ട് തന്നെ ഹോട്ട് ടോപ്പിക്സുകൾ ഇതുപോലെ നമ്മൾ യൂട്യൂബിലിട്ടുള്ള ഹോട്ട് ടോപ്പിക്സുകൾ കണ്ടെത്തി അത് ഫോക്കസ് ചെയ്ത് പഠിച്ചു. വാരി വലിച്ച് പഠിക്കാനുള്ള സമയം ഇനി ഇല്ല, പക്ഷെ റാങ്ക് അടിക്കാനുള്ള സമയം നമുക്കുണ്ട്. സ്മാർട്ടായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ബാച്ചസിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഒക്കെ ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ അതിനകത്ത് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ തീരെ സമയമില്ലാത്ത ആൾക്കാർ ക്രാഷ് കോഴ്സ് തന്നെ കാണുക അതിനകത്ത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാം, കമന്റ് ചെയ്യാം, നമുക്കത് ചെയ്യാം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ.